നമസ്കാരം. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് തന്റെ വാദം തടസ്സപ്പെടുത്തുന്നതായി കാട്ടി എൻ പ്രശാന്ത് IAS മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചു. IAS ഉദ്യോഗസ്ഥന്റെ വാദം കേൾക്കേണ്ട അച്ചടക്ക അധികാരി മുഖ്യമന്ത്രിയാണ്. തന്റെ സസ്പെൻഷൻ ചീഫ് സെക്രട്ടറി തുടർച്ചയായി നീട്ടിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് തനിക്ക് കിട്ടിയ ചാർജ് മെമ്മോയ്ക്ക് മറുപടിയായി റൂൾ 8 പ്രകാരം മുഖ്യമന്ത്രി നേരിട്ട് വാദം കേൾക്കണമെന്ന് പ്രശാന്ത് അഭ്യർത്ഥിച്ചത്. ഈ ആവശ്യം അംഗീകരിച്ചതായി ചീഫ് സെക്രട്ടറിയുടെ കത്ത് ഇന്ന് ലഭിച്ചെങ്കിലും കത്തിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഡിസിപ്ലിനറി അതോറിറ്റിയായ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് പൊതുഭരണ വകുപ്പിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയാകും വാദം കേൾക്കുക എന്നാണ് കത്തിൽ പറയുന്നത്. ഉള്ളടക്കം പോലും വായിച്ചു നോക്കാതെ തയ്യാറാക്കിയ പൊതുഭരണ വകുപ്പിലെ സ്ഥിരം ഹിയറിംഗ് നോട്ടീസ് കട്ട പോസ്റ്റ് ചെയ്തതാണെന്ന് വ്യക്തം. ഇത് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചുള്ള നടപടിയാണെന്ന് പൊതുഭരണ വകുപ്പ് നോക്കുന്ന ഡോക്ടർ ജയതിലകിന് അറിയില്ലല്ലോ എന്ന് എൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. തന്നെ തരം താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ട് നൽകിയ ചാർജ് മെമ്മോയുടെ ഹിയറിംഗ് തടസ്സപ്പെടുത്താൻ ജയതിലക് ശ്രമിക്കുന്നുവെന്നാണ് ബ്രോയുടെ ആരോപണം. പൊതുഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് സമയം പോലും നേർരേഖയിൽ സഞ്ചരിക്കുന്നില്ല എന്നാണ് പ്രശാന്തിന്റെ പരിഹാസം. വാദം കേൾക്കുന്നതിനുള്ള അനുമതി ലഭിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരമാണ്. എന്നാൽ ഹിയറിംഗ് സമയം തിങ്കളാഴ്ച രാവിലെയായിരുന്നു. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ പ്രകാരം അച്ചടക്ക നടപടിയുടെ ഡിസിപ്ലിനറി അതോറിറ്റി മുഖ്യമന്ത്രിയാണ്. ക്വാസി ജുഡീഷ്യൽ സ്വഭാവമുള്ള ഈ ഉത്തരവാദിത്തം കൈമാറ്റം ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രി വാദം കേൾക്കേണ്ട സ്ഥാനത്ത് പൊതുഭരണ വകുപ്പിലെ ഒരു അഡീഷണൽ സെക്രട്ടറിയെ വാദം കേൾക്കാൻ നിയമിച്ചു എന്നാണ് കത്തിൽ പറയുന്നത്. ഇത് ആൾമാറാട്ടമാണെന്നും നിയമപരമായ ഉത്തരവാദിത്തം മറ്റൊരു ഉദ്യോഗസ്ഥന് കൈമാറുന്നത് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രശാന്ത് വാദിക്കുന്നു. ഡിസിപ്ലിനറി അതോറിറ്റിയായ മുഖ്യമന്ത്രിയെ ഫയൽ പോലും കാണിക്കാതെ ഡോക്ടർ ജയതിലക് എടുത്ത തീരുമാനമാണിതെന്നും GAD ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കുറിപ്പിൽ പറയുന്നു. കൊല്ലം കളക്ടറായിരിക്കെ ഡോക്ടർ ജയതിലക് സ്റ്റാറ്റ്യൂട്ടറി ഹിയറിംഗുകൾ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൈമാറിയ ചരിത്രമുള്ളത് ഓർമ്മിപ്പിച്ച പ്രശാന്ത് നിയമം അനുവദിക്കുന്നതും അല്ലാത്തതും അദ്ദേഹത്തിന് അറിയില്ലെന്നും വിമർശിച്ചു. ചട്ടപ്രകാരം മുഖ്യമന്ത്രി നേരിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അണ്ടർ സെക്രട്ടറിക്കോ അഡീഷണൽ സെക്രട്ടറിക്കോ ചെയ്യാൻ നിയമം അനുവാദം നൽകുന്നില്ല. തന്റെ ഹിയറിംഗ് തടസ്സപ്പെടുത്താനുള്ള ഡോക്ടർ ജയതിലകിന്റെ നീക്കം ഡിസിപ്ലിനറി അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മെയിൽ അയച്ചിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരവധി വിധികളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ നീട്ടാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക് പകപോക്കൽ നടപടികൾ തുടരുന്നതായി ആരോപണം നിലനിൽക്കുകയാണ്. ഡോക്ടർ ജയതിലകിനെതിരെ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷം 4ാമത്തെ അച്ചടക്ക നടപടിക്ക് കഴിഞ്ഞ മാസം 28-ന് മെമ്മോ ഇറക്കിയിരുന്നു. കീം പ്രവേശന പരീക്ഷയുടെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ തിരുത്താനുള്ള നിയമവിരുദ്ധ നീക്കം ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയ വിധി ഉദ്ധരിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിനാണ് ബ്രോയ്ക്ക് പുതിയ ചാർജ് മെമ്മോ കിട്ടിയത്. ഈ വർഷത്തെ നിയമവിരുദ്ധമായ തീരുമാനത്തിന് പിന്നിൽ ചീഫ് സെക്രട്ടറിയുടെ മോശം ഉപദേശമാണെന്ന് ചില മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു. വിമർശനങ്ങളോട് ഡോക്ടർ ജയതിലകിനുള്ള അസഹിഷ്ണുതയാണ് അച്ചടക്ക നടപടിക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. കോടതിയുടെ ഉത്തരവ് ഉദ്ധരിക്കുന്നത് വഴി ജയതിലകിന്റെ സർക്കാരിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കിയെന്നാണ് മെമ്മോയിൽ കുറ്റം ചുമത്തുന്നതെന്ന് എൻ പ്രശാന്ത് കുറിച്ചു. ജയതിലക് തന്നോട് പകപോക്കുകയാണെന്നും നിയമവിരുദ്ധമായി സസ്പെൻഷനിലാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കീമുമായി ബന്ധപ്പെട്ട കോടതി വിധി ഉദ്ധരിച്ച് ജൂലൈ 10-ന് ഒരു ചെറിയ പോസ്റ്റ് ഇട്ടതിനാണ് അച്ചടക്ക നടപടി വന്നിരിക്കുന്നത്. എന്നാൽ നിയമപരമായ തത്വങ്ങളെയും ഭരണഘടനാ മേധാവിത്വത്തെയും പരസ്യമായി ഉയർത്തിപ്പിടിക്കാനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമുള്ള കടമയുടെ ഭാഗമായാണ് താൻ വിധി പങ്കുവച്ചതെന്നും കോടതി വിധി വായിക്കുന്നതോ അതിലെ കാര്യങ്ങൾ ആവർത്തിക്കുന്നതോ കുറ്റകരമല്ലെന്നും പ്രശാന്ത് പറഞ്ഞു. നിയമലംഘനത്തെ പ്രകീർത്തിക്കണമെന്നും കോടതി വിധിയെ തമസ്കരിക്കണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് ശുദ്ധമായ ധാർഷ്ട്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡോക്ടർ ജയതിലകിന്റെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിനു ശേഷം തനിക്കെതിരെ ലഭിക്കുന്ന 4ാമത്തെ അച്ചടക്ക നടപടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് അരിച്ചുപറക്കി ദിവസേന ഓരോ കാരണമുണ്ടാക്കി അച്ചടക്ക നടപടികൾ എടുക്കുന്നത് തന്നെ നിയമപരമല്ലാത്ത രീതിയിൽ സസ്പെൻഷനിൽ നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അതേസമയം ഡോക്ടർ ജയതിലകിനെതിരെയുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്ന വിരോധാഭാസവും ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ മുൻപാകെ വ്യാജ സത്യവാങ്മൂലം നൽകിയതും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജയതിലകിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ സർവീസ് ചട്ടം റൂൾ 7 പ്രകാരം പ്രശാന്ത് നവംബർ 17-ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു.